ഹോർമുസ് കടലിടുക്കിൽ UAE ടാങ്കറുകൾക്ക് നേരെയുണ്ടായ ഇറാന്റെ ആക്രമണത്തിൽ ഒരു ഇന്ത്യൻ ക്രൂ അംഗം കൊല്ലപ്പെട്ടു. 6 ഇന്ത്യക്കാരും 2 ഉക്രൈൻ സ്വദേശികളും ഉൾപ്പെടെ 8 പേർക്ക് പരിക്കേറ്റു. ഇവരിൽ 4 പേരുടെ നില ഗുരുതരമാണ്. ടെഹ്റാനിൽ US നടത്തിയ ആക്രമണത്തെ തുടർന്നാണ് ഇറാൻ തിരിച്ചടിച്ചത്. മൊംബാസ, അൽ ബഹിയാഹ് എന്നീ ടാങ്കറുകൾക്ക് നേരെയാണ് ആക്രമണമുണ്ടായത്. ഒമാനി ജലപാതയിലൂടെ കടന്നു പോകുന്നതിനിടെ ഇറാനിയൻ ക്രൂയിസ് മിസൈലുകൾ ടാങ്കറുകളിൽ പതിക്കുകയായിരുന്നു. ഇറാന്റെ ആക്രമണം അന്താരാഷ്ട്ര നിയമത്തിന്റെ ലംഘനമാണെന്ന് UAE പ്രസ്താവനയിൽ ആരോപിച്ചു. ആക്രമണം പ്രാദേശിക സുരക്ഷയ്ക്കും സ്ഥിരതയ്ക്കും വെല്ലുവിളിയാണെന്നും വിമർശിച്ചു. സംഘർഷത്തോട് പ്രതികരിക്കാനും രാജ്യത്തിന്റെ സുരക്ഷാ സ്ഥിരത, പൗരന്മാർ എന്നിവരെ സംരക്ഷിക്കാനും UAEക്ക് പൂർണ്ണ അവകാശമുണ്ടെന്നും പ്രസ്താവനയിൽ UAE വ്യക്തമാക്കി. രാജ്യത്തിന്റെ സുരക്ഷയും സ്ഥിരതയും തകർക്കാനുള്ള ഏതൊരു ശ്രമത്തെയും നേരിടാനാവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കും. ഏതു ഭീഷണിയെയും നേരിടാൻ തയ്യാറാണെന്നും UAE പ്രതികരിച്ചു. ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണത്തിനായാണ് USഉം ഇറാനും പരസ്പരം ഏറ്റുമുട്ടുന്നത്. ഇറാനു നേരെ പുതിയ ആക്രമണത്തിന് തുടക്കമിട്ടതായി US സെൻട്രൽ കമാൻഡ് അറിയിച്ചിട്ടുമുണ്ട്. ഇറാനു നേരെ ശക്തമായ ആക്രമണം നടത്തുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പും നൽകി. ആക്രമണം തുടരും, വീണ്ടും ഉപരോധം ഏർപ്പെടുത്തും, ഹോർമുസ് നിയന്ത്രിക്കുന്നത് തങ്ങളാണെന്നും ട്രംപ് അവകാശപ്പെട്ടു. ഹോർമുസിലൂടെ കടന്നുപോകുന്ന കപ്പലുകൾക്ക് ടോൾ ഏർപ്പെടുത്തുമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. കൂടാതെ കഴിഞ്ഞ ദിവസം ഒമാൻ തീരത്ത് 11 ഇന്ത്യൻ നാവികരുമായി പോയ ചരക്ക് കപ്പൽ ഞായറാഴ്ച ഇറാൻ ആക്രമിക്കുകയുണ്ടായി. തീപിടിച്ച കപ്പലിൽ ഇന്ത്യക്കാരനായ ഒരു നാവികനെ കാണാതായി. ബാക്കി 10 പേരെ രക്ഷപ്പെടുത്തി. ഹോർമുസ് കടലിടുക്കിലെ ഇറാൻ അംഗീകരിക്കാത്ത പാതയിലൂടെ പോയതിനാലാണ് കപ്പൽ ആക്രമിച്ചത് എന്നാണ് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡിന്റെ വിശദീകരണം. സൈപ്രസ് പതാകയുള്ള കപ്പലാണ് ആക്രമിക്കപ്പെട്ടത്. ഇതിന് മറുപടിയായി ഇറാനിലുടനീളം അമേരിക്ക വ്യോമാക്രമണം നടത്തുകയുണ്ടായി. ബഹ്റിൻ, കുവൈറ്റ്, ഖത്തർ, ഒമാൻ, UAE എന്നീ രാജ്യങ്ങളിലെ US താവളങ്ങളിൽ ഇറാൻ പ്രത്യാക്രമണം നടത്തുകയും ചെയ്തു. സംഘർഷത്തെ തുടർന്ന് ഇറാൻ ഹോർമുസ് അനിശ്ചിതകാലത്തേക്ക് അടയ്ക്കുകയും ചെയ്തു. എന്നാൽ അന്താരാഷ്ട്ര സമുദ്രപാതയിലൂടെയുള്ള കപ്പൽ നീക്കം തടസ്സപ്പെടില്ല എന്നാണ് US പറയുന്നത്. പക്ഷേ വീണ്ടും ആക്രമണങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടതോടെ കപ്പലുകളുടെ ചരക്ക് നീക്കം ഏതാണ്ട് പൂർണ്ണമായി തടയപ്പെടുന്ന സ്ഥിതിയാവും സംജാതമാവുക. ഇത് ലോകത്തെ വീണ്ടും എണ്ണ പ്രതിസന്ധിയിലേക്ക് നയിക്കുമെന്ന ആശങ്ക അതീവ ശക്തമായിരിക്കുന്നു. പശ്ചിമേഷ്യ വീണ്ടും സംഘർഷഭരിതമായതോടെ ക്രൂഡ് ഓയിൽ, സ്വർണം, ഓഹരി വിപണികൾ വലിഞ്ഞുമുറുകുന്ന സമ്മർദ്ദത്തിലാണ്. ഇന്ധനവിലയിൽ കുതിപ്പുണ്ടാകാനുള്ള സാധ്യതയാണ് ഏറ്റവും വലിയ ദൂഷ്യഫലങ്ങൾ സൃഷ്ടിക്കുക. പശ്ചിമേഷ്യയിലെ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ സാധാരണക്കാരന്റെ ജീവിതം ദുസ്സഹമാകുന്ന വിലക്കയറ്റത്തിനും നാണയപ്പെരുപ്പത്തിനും ഇതിടയാക്കും. വെള്ളിയാഴ്ച ബ്രെന്റ് ക്രൂഡ് ഓയിലിന് വില ബാരലിന് $76 ആയിരുന്നു. സംഘർഷം രൂക്ഷമായി തുടർന്നാൽ ഇത് $100 വരെ ഉയരില്ലെന്ന് പറയാനാകില്ല. ക്രൂഡ് ഓയിൽ വില $1 ഉയർന്നാൽ ഇന്ത്യയുടെ ഇറക്കുമതി ചെലവിനെ വർധന 1800 കോടി രൂപയാണ്. സുരക്ഷിത നിക്ഷേപമെന്ന നിലയിൽ US ബോണ്ടുകൾക്കും ഡോളറിനും പ്രിയം കൂടുമെന്നതിനാൽ സ്വർണ്ണ വിപണിയിലും ചാഞ്ചാട്ടം ശക്തമായേക്കും. ആഭ്യന്തര ഇന്ധന ആവശ്യങ്ങളുടെ 90% ഇറക്കുമതി ചെയ്യുന്ന ഇന്ത്യയെപ്പോലുള്ള രാജ്യങ്ങളെയാണ് ഈ യുദ്ധം ഏറ്റവും കൂടുതൽ പ്രതികൂലമായി ബാധിക്കുന്നത്. അതിനപ്പുറം കേരളത്തെയും ഗുരുതരമായി ബാധിക്കുമെന്നതാണിത്. ഏതാണ്ട് 25 ലക്ഷത്തോളം പ്രവാസികളാണ് കേരളത്തിൽ നിന്ന് മാത്രമായി ഗൾഫ് രാജ്യങ്ങളിൽ പണിയെടുക്കുകയും ബിസിനസ് സംരംഭങ്ങൾ നടത്തുകയും ചെയ്യുന്നത്. 3 മാസം മുമ്പ് യുദ്ധം തുടങ്ങിയത് മുതൽ ഗൾഫ് മേഖലയിലെ ബിസിനസ് സ്തംഭിച്ചു തുടങ്ങിയിരുന്നു. ഇപ്പോഴത്തെ സാഹചര്യം ഈ സ്ഥിതി കൂടുതൽ വഷളാക്കുകയും വലിയ തോതിലുള്ള പ്രവാസികളുടെ തിരിച്ചുവരവിന് കളമൊരുക്കുകയും ചെയ്യാം. ലോകമര്യാദകളെല്ലാം ലംഘിക്കുന്ന രീതിയിലാണ് അമേരിക്കയും ഇറാനും ഒരേപോലെ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒരു വിധത്തിലുള്ള ഒത്തുതീർപ്പിനും തയ്യാറാകാത്ത ഇസ്രായേലിന്റെ നിലപാടാണ് വീണ്ടും യുദ്ധത്തിന്റെ പൊട്ടിപ്പുറപ്പെടലിന് ഇടയാക്കിയിരിക്കുന്നത് എന്നും കാണാതിരുന്നുകൂടാ. ഇതിൽ അമേരിക്കയ്ക്ക് കാര്യമായി നഷ്ടപ്പെടാൻ ഒന്നുമില്ല. യുദ്ധച്ചെലവും ഗൾഫ് രാജ്യങ്ങളുടെ കയ്യിൽ നിന്നാവും അവർ ഈടാക്കുക. എന്നാൽ ആത്യന്തിക നഷ്ടം ഇറാനും മറ്റ് ഗൾഫ് രാജ്യങ്ങൾക്കുമാവും. യുദ്ധം ഒരു പരിധി കഴിഞ്ഞ് നീങ്ങിയാൽ ലോകത്തിലെ ഭൂരിപക്ഷം രാജ്യങ്ങളും ബദൽ ഇന്ധന മാർഗങ്ങളിലേക്ക് തിരിയാനാണ് സാധ്യത. ഇതും ഒടുവിൽ നഷ്ടം വരുത്തുക ഗൾഫ് രാജ്യങ്ങൾക്കാകും. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.